ഇനി നമ്മൾ കുറച്ച് റേഷണൽ നമ്പേഴ്സും ഇടകലർന്ന് വരുന്ന കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാം. ഇതിലിപ്പോൾ ആദ്യത്തേത് √2 ഇൻറ്റു √8 പ്ലസ് √3 മൈനസ് 3√2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാണ്. √2 അകത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ആദ്യം √2 ഇൻറ്റു √8 ചെയ്യുക. അപ്പോൾ നമുക്ക് √16 കിട്ടും. √8 ഇൻറ്റു √3 ചെയ്യുക. അപ്പോൾ നമുക്ക് √6 കിട്ടും. വീണ്ടും √2 ഇൻറ്റു 3√2. അപ്പോൾ 3 ഇൻറ്റു √2 ഇൻറ്റു √2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 എന്ന് വരും. അത് മൈനസ് സൈനാണ്, അങ്ങനെ വന്നു. ശരിയല്ല? അപ്പോൾ ഇതിൽ √16 നമുക്കറിയാം 4 അല്ലേ? 4. √6 തന്നെ. മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6 ശരിയല്ലേ? അപ്പോൾ -6ഉം 4ഉം ചേരുമ്പോൾ -2 അപ്പോൾ നമ്മൾ അതിനെ അവസാനമായിട്ട് എങ്ങനെ എഴുതാം? √6 - 2 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അത് ഫർദർ സിംപ്ലിഫിക്കേഷൻ ഒന്നും വേണ്ട. ശരിയല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് √2 പ്ലസ് √3 ഇൻറ്റു √6 മൈനസ് √2. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം √2 കൊണ്ട് ഗുണിക്കുന്നു. √2 ഇൻറ്റു √6 √12 ആണ്. മൈനസ് √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 2 ആണ്. അപ്പോൾ -2 എന്നാണ് ടേം വരുന്നത്. ഇനി √3 കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. √3 ഇൻറ്റു √6 √18 ആണ്. √3 മൈനസ് √2 മൈനസ് √6 ആണ്. ശരിയല്ലേ? ഓക്കെ. ഇനി എന്താ നമുക്ക് നോക്കൂ, ഇതൊന്ന് ഫർദർ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ √12 √4 ഇൻറ്റു 3 എന്ന് എഴുതുന്നു. -2 അങ്ങനെ തന്നെ. ഇതിനെ √9 ഇൻറ്റു 2 18 9 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. √6 തന്നെ, -√6. അപ്പോൾ ഇതില് √4 2 ആയിട്ട് പുറത്തു വരുന്നു. -2 ഇത് √9 3 ആയിട്ട് പുറത്തു വരുന്നു. √2 -6 √6 വരും. അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുക. അത് ശരി തന്നെയാണ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതി? 3√2 പ്ലസ് 2√3 മൈനസ് √6 -2. മനസ്സിലായല്ലോ? ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിൾ ആണ് ഇത് നമ്മൾ ചെയ്ത. ഇനി ഇത് പ്രോബ്ലം ആയിട്ടല്ല, നമ്മൾ പവറിന്റെ പവർ വരുന്ന കേസിൽ ഇപ്പോൾ ഉദാഹരണം നോക്കൂ. 2⁻3 3യുടെ പവർ ആയിട്ട് 2. ഇത് രണ്ട് രീതിയിൽ ബ്രാക്കറ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന കേസ് ആകാം, ഇങ്ങനെ വരുന്ന കേസ് ആകാം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം 2⁻3 ഇൻറ്റു 2⁻3 എന്നാണ് അല്ലേ? അപ്പോൾ അത് 2⁻, നമുക്കറിയാം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 2⁻6 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബേസിന് ടോട്ടൽ ആയിട്ടാണ് ബേസിന്റെ ഒന്നാകെ പവർ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2⁻3 ഇൻറ്റു 2 2⁻6. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വന്നാൽ ഈ എളുപ്പ വഴിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ മറിച്ചിട്ട് 2⁻3 എന്നാണ് വന്നതെങ്കിൽ ആദ്യം നമ്മൾ ഇത് ചെയ്യണം. 3⁻2 ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താൽ 9 3 ഇൻറ്റു 3 9 ആണ്. അപ്പൊ 2⁻9 ആണ് എന്ന് പറഞ്ഞാൽ ഇതും സെയിം അല്ല. ഒരിക്കലും റിസൾട്ട് സെയിം അല്ല. അത് പ്രത്യേകം ഓർമ്മ വെക്കണം. ഇനി ഒരു കേസിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ലെങ്കിൽ, ഇങ്ങനെയാണ് തന്നതെങ്കിൽ റൂൾ ഇതാണ്. ഡൗൺ ദ ടവർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം 3⁻2 ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2വിന് ആ പവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായാലോ? 2⁻3 പാരന്തസിസ് ഇല്ലാതെ, ബ്രാക്കറ്റ് ചെയ്യാതെ, മറ്റ് അപ്പാരന്റ് സജഷൻ ഒന്നും ഇല്ലാതെയാണ് തരുന്നതെങ്കിൽ നമ്മൾ ഡൗൺ ആയിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം 3⁻2 ചെയ്യണം. അപ്പൊ 9 എന്ന് കിട്ടും. അത് 2വിന്റെ പവർ ആക്കി എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെയാണെങ്കിലോ ആദ്യം 3⁻2 ചെയ്യണം, എന്നിട്ട് അത് 2വിന്റെ പവർ ആക്കിയിട്ട് വീണ്ടും അടുത്ത ഇത് കാണുക, എന്നിട്ട് ഇതിലേക്ക്. അപ്പൊ ഡൗൺ ആയിട്ട് വേണം ചെയ്യാൻ. അത് മറക്കണ്ട. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കൂ. 8⁻2 ഇൻറ്റു 2⁻8 ഡിവൈഡ് ബൈ 16⁴. ഓക്കെ. ഇതിന് നമുക്ക് കംപ്ലീറ്റ് ഈ കേസിൽ നമുക്ക് എല്ലാ ബേസും 2 ആക്കി മാറ്റാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാം. നോക്കൂ, 8 എന്ന് പറഞ്ഞാൽ 2⁻3 ആണ്. അപ്പൊ 2⁻3⁴ എന്ന് വന്നു. ഇതോ 2⁻8 ആസ് സച്ച് കീപ്പ് ചെയ്യുന്നു. ഇനി 16 എന്ന് പറഞ്ഞാൽ 2⁴ ആണ് നമുക്കറിയാം. അപ്പൊ 2⁴ എന്നും വന്നു. ശരിയല്ലേ?
ഇനിയോ ഇങ്ങനെ വന്നാൽ നമുക്കറിയാം പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 to the power 6 into 2 to the power 8 SH 2 to the power 16 അല്ലേ? ഇവിടെ ഇങ്ങനെ വന്നാൽ നമുക്കറിയാം പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ 2 to the power 14 divided by 2 to the power 16 16 മൈനസ് 14 എന്ന് ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ 2 to the power 2 എന്ന് ഡിനോമിനേറ്ററിൽ വരും. 2 to the power 2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 is equal to 0.25 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത പ്രോബ്ലം ഇവിടെ നോക്കൂ. 5 to the power 3/2 into 4 to the power 4/3 into 2 to the power 5/3 is equal to x to the power half into y to the power of 1/3 into z to the power of 1/3. Find x into y by z. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓരോരോ ടേം കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതായിരിക്കണം. അങ്ങനെയാണെന്ന് കരുതിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, ഇതിൽ 5 to the power of 3/2 എന്ന് പറഞ്ഞാൽ 5 to the power 5 ക്യൂബ് അണ്ടർ റൂട്ട് ആണല്ലോ അല്ലെ? അപ്പൊ 5 ക്യൂബ് എന്താ? 5 25 25 into 125. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 125 ആണ് അട്ട് എന്ന് പറഞ്ഞാൽ 125 to the power of 1/2. ഓക്കെ, അതേമാതിരി 4 to the power of 4 divided by 3. 4 to the power of 4 എന്ന് പറഞ്ഞാൽ 4 into 4 into 4 into 4 64ന്റെ 16ന്റെ സ്ക്വയർ അല്ലെ? അത് 256 ആണ്. അതിന്റെ ക്യൂബ് റൂട്ട് ആണ് 256 1/3 പവർ. ആൻഡ് സിമിലർലി 2 to the power of 5/3. 2 to the power of 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 1/3. ഇനി ഇതും കമ്പയർ ചെയ്യൂ. അപ്പൊ ശരിക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. 125 ആണ് എക്സ്, 256 ആണ് വൈ, 32 ആണ് ഇസഡ്. സിമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എക്സ് ദെൻ ഫൈൻഡ് എക്സ് ഇൻറ്റു വൈ ബൈ സെഡ്. 125 256 32. ഞാൻ ആദ്യം 8 കൊണ്ട് സിംപ്ലിഫൈ ചെയ്തു. 8 4 ടൈംസ് പോവും. ഇതില് 3 8 24 1 26 32. 4 വീണ്ടും 32 പോവും 8 തവണ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് തന്നെ 8 തവണ പോകുന്ന അർത്ഥം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ 125 into 8 എന്ന് ഉത്തരം വരും. 1000 എന്ന ആൻസർ വരും. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. 1000 to the power 2/3 into 100 to the power of 3/2 is equal to 10 to the power of x. Find x. നോക്കൂ, 1000 to the power of 2/3. ഇതില് 1/3 ക്യൂബ് റൂട്ട് 1000 നമുക്ക് അറിയാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. ക്യൂബ് റൂട്ട് 1000 10 ആണല്ലോ അല്ലെ? കാരണം 10 into 10 into 10 ആണ് 1000 അല്ലെ? അപ്പൊ ക്യൂബ് റൂട്ട്, അപ്പൊ നമ്മൾ 1/3 ആണ് ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 10 കിട്ടി. പിന്നെ അതിന്റെ സ്ക്വയർ കാണാം. അപ്പൊ അത് 100 ആണ് അല്ലെ? പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി 100 to the power of 3/2 ആദ്യം ക്യൂബ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ 2 പൂജ്യം ഉള്ളത് 2 4 6 പൂജ്യം ആവും അല്ലെ? 10 lakh ആവും. ഇനി അതിന്റെ റൂട്ട് കാണാം. അപ്പൊ 6 പൂജ്യം എന്നുള്ളത് സ്ക്വയർ റൂട്ട് കണ്ടാൽ 3 പൂജ്യം ആവും എന്ന് പറഞ്ഞാൽ 1000 ആവും അല്ലെ? 1000 ആവും. അപ്പൊ ഇത് 100 ആവും, ഇത് 1000 ആവും. ഇവിടുത്തെ 1000 എന്നുള്ളത് 100 ആവും, 100 എന്നുള്ളത് 1000 ആവും. അത് മൾട്ടിപ്ലൈ ചെയ്താലോ 5 zeros comes, so 10 to the power 5 എന്ന് വരും. അതിന്റെ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്നത് 5 ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഈസ് എക്സ്? ഓപ്ഷൻസ് 4 എണ്ണം ഉണ്ട്. എക്സ് ടു ദി പവർ ഓഫ് 12/7 മൈനസ് എക്സ് ടു ദി പവർ ഓഫ് 5/7. ബി 12th root of x to the power 4 whole to the power 1/3. C under root x cube whole to the power of 2/3 and x to the power of 12/7 into x to the power of 7/12. നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കൂ, എക്സ് ടു ദി പവർ ഓഫ് 12/7 മൈനസ് എക്സ് ടു ദി പവർ ഓഫ് 5/7. നിങ്ങൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എക്സ് ടു ദി പവർ 5/7 കോമൺ ഫാക്ടർ ആണ്. കാരണം അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ 5/7 പുറത്തേക്ക് എടുത്തു എന്ന് കരുതൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എക്സ് ടു ദി പവർ ഓഫ് 5/7 ഇൻറ്റു എക്സ് അല്ലേ എക്സ് ടു ദി പവർ ഓഫ് 12/7 എന്ന്. കാരണം എന്താ? എക്സ് ടു ദി പവർ ഓഫ് 5/7 ഇൻറ്റു എക്സ് ടു ദി പവർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് സെയിം ആയത് കാരണം പവേഴ്സ് ആഡ് ചെയ്യാം അല്ലെ? 5/7 പ്ലസ് 1 എന്താ? 7 1s are 7, 7 plus 5 12, 12/7 ആയി മാറും. എന്ന് പറഞ്ഞാൽ ഇതിലെ രണ്ടിലെയും കോമൺ ഫാക്ടർ എക്സ് ടു ദി പവർ ഓഫ് 5/7 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് പുറത്തേക്ക് എടുത്തു. അപ്പൊ വാട്ട് റിമെയിൻസ്? ഇവിടെ എക്സ് റിമെയിൻ ചെയ്യും അല്ലെ? കാരണം എക്സ് ടു ദി പവർ ഓഫ് 1 ആണല്ലോ. അപ്പൊ എക്സ് റിമെയിൻ ചെയ്യും. ഇവിടെയോ 1 റിമെയിൻ ചെയ്യും. അപ്പൊ അത് എന്തായി മാറി? ഇത് ഒരു പ്രൊഡക്റ്റ് ആയി മാറി. എക്സ് ടു ദി പവർ ഓഫ് 5/7 ഇൻറ്റു എക്സ് മൈനസ് 1 വന്നു. അതൊരിക്കലും എക്സ് അല്ല. അതുകൊണ്ട് തന്നെ
ഫസ്റ്റ് നമ്മുടെ ഉത്തരമല്ല. ഇനി രണ്ടാമത്തത് നോക്കൂ, എക്സ് ടു പവർ 4 ടു ദ പവർ 1/3 എന്നില്ലേ, ഇതിപ്പോ തന്നെ നമുക്ക് മെർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എക്സ് ടു പവർ 4/3 എന്നാവും അല്ലെ. 12th റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ 1/12 ആണ് അല്ലെ. അപ്പൊ എക്സ് ടു പവർ 4/3 ഹോൾ ടു ദ പവർ 1/12 ആണ്. അപ്പൊ വീണ്ടും നമുക്ക് പവേഴ്സ് തമ്മിൽ മെർജ് ചെയ്യാൻ പറ്റും. 4/3 into 1/12 എന്ന് പറഞ്ഞാൽ 4 12 3 ടൈംസ് പോകും. അപ്പൊ 1/9 ആയി മാറും. അപ്പൊ എക്സ് പവർ 1/9 ആണ്. അതും നമ്മുടെ ഉത്തരമില്ല, അത് എക്സ് അല്ലല്ലോ. ഇനി മൂന്നാമത്തത് നോക്കൂ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് പവർ 3/2 ആണ് അല്ലെ. ഇനി അതിന്റെ ഫർദർ പവർ എത്രയാ, 2/3 ആണ്. അപ്പൊ പ്രൊഡക്റ്റുകൾ തമ്മിൽ പവേഴ്സ് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കാം. അപ്പൊ എന്ത് വന്നു, 3/2 into 2/3 എന്ന് വന്നു അല്ലെ. 3/2 into 2/3 എന്ന് വന്നാൽ എന്തായി, 1 ആണ്. അപ്പൊ എക്സ് പവർ 1 വന്നു. അപ്പൊ അത് എക്സ് ആണ് അല്ലെ. അപ്പോ സി നമ്മുടെ ഉത്തരമാണ്. ഡിയും കൂടി ഡിസ്പ്രൂവ് ചെയ്യണം, ഉത്തരമല്ല എന്ന് പ്രൂവ് ചെയ്യണം. നോക്കൂ, എക്സ് പവർ ഓഫ് 12/7 into എക്സ് പവർ 7/12 എന്ന് പറഞ്ഞാൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ, കാരണം ബേസ് സെയിം ആണ്. അപ്പൊ 12/7 plus 7/12 അല്ലെ. അപ്പോ LCM എടുക്കുക. 84 ആണ് ബേസ്. 84 7 12 ടൈംസ് പോവും. 12 into 12 144 പ്ലസ് 12 84 12 7 ടൈംസ് പോവും. 7 7s are 49. സോ 144 പ്ലസ് 49/84 എന്ന് വരും. 193/84 എന്ന് പറയും പവർ എക്സിന്റെ. അതുകൊണ്ട് അതും എക്സ് അല്ല. അപ്പോ വി കൺഫേം ദാറ്റ് സി ഈസ് അവർ ആൻസർ ഫോർ ദിസ് പ്രസന്റ് പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കൂ, ക്യൂബ് റൂട്ട് 2 ഇൻറ്റു 4th root of 2 ഇൻറ്റു 12th root of 32. അതിന്റെ പ്രൊഡക്റ്റ് ഈസ് ഇക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്കാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ, ക്യൂബ് റൂട്ട് 2 നമുക്ക് 2 to the power 1/3 എന്ന് എഴുതാം. 4th root of 2 2 to the power of 1/4 എന്ന് എഴുതാം. 32nd റൂട്ട് എന്ന് പറഞ്ഞാൽ 32nd 12th റൂട്ട് എന്ന് പറഞ്ഞാൽ 32 എന്ന് പറഞ്ഞാൽ 2 to the power of 5 ആണ് നമുക്കറിയാം അല്ലെ. അപ്പോ അതിനെ ആദ്യം ഇങ്ങനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പില് 2 to the power of 1/3 into 2 to the power of 1/4 into 5 to the power of 12, 2 to the power of 5/12 അല്ലെ. സോറി, 2 to the power of 5/12 എന്ന് എഴുതാം. അപ്പൊ ബേസ് 3നും 2 ആയത് കാരണം പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ നോക്കൂ, കോമൺ ഫാക്ടർ എന്താ നോക്കൂ, 3 4 12 12 കോമൺ ആയിട്ട് 12 കോമൺ LCM ആയിട്ട് എടുക്കാം അല്ലെ. കോമൺ ഫാക്ടറിലെ LCM ആയിട്ട് 12 എടുക്കാം. 12 3 4 ടൈംസ് പ്ലസ് 12 4 3 ടൈംസ് പ്ലസ് 12 12 1 ടൈം. സോ ഇൻറ്റു 5 4 പ്ലസ് 3 പ്ലസ് 5 4 3 7 5 12 2 to the power 12/12 എന്ന് പറഞ്ഞാൽ 2 to the power 1 is equal to 2. അപ്പോ നമ്മുടെ ഉത്തരം എ ആണ്. 2 to the power 2 എന്ന് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തത് ലുക്ക് ഹിയർ, 2 squares cube root, 2 squares cube root and the results 4th root. ഇത് ഈക്വൽ ടു വാട്ട്? ഇതാണ് ചോദ്യം. Your options 2 to the power of 1/6, 2 to the power of -6, 2 to the power of -1/6 and 2 to the power of 6. അപ്പൊ നമുക്ക് തുടങ്ങാം. 2ന്റെ സ്ക്വയർ ഇൻറ്റു അതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/3, അതിന്റെ 4th റൂട്ട് പറഞ്ഞാൽ ഇൻറ്റു 1/4. അത്രേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോ യു സിംപ്ലി മൾട്ടിപ്ലൈ ദം. 2 into 1 into 1 2, 3 into 4 12, 2/12. 2 to the power of 2/12 means 2 to the power of 1/6. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ എ ആണ്. ഗുഡ്. അടുത്ത പ്രോബ്ലം ആണ്, സിംപ്ലിഫിക്കേഷൻ കേസാണ്. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് √24/8 പ്ലസ് √54/9 പ്ലസ് √96/10. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിലെ ന്യൂമറേറ്റർ വാല്യൂ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ സ്ക്വയർ റൂട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ വരുന്നത് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യും. കാരണം അങ്ങനെ ചെയ്താൽ നമുക്കൊരു ടേം എല്ലാത്തിലും പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഉദാഹരണത്തിന് 24 3 into 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 into 6 എന്ന് എഴുതാം. അതിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 4 into 6 ആണ്. കാരണം 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, എന്ന് 2 പുറത്തേക്ക് എടുക്കാൻ പറ്റും. ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് സ്ക്വയർ റൂട്ട് 4 into 6/8. ഇതേമാതിരി ഇതിനും പല പ്രൊഡക്റ്റുകൾ എഴുതാൻ പറ്റും. അതിൽ നമ്മൾ 9 into 6 നമ്മൾ യൂസ് ചെയ്യാണ്. കാരണം 9 into 6 9 6 54 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ 3 പുറത്ത് വന്നോളൂ. ഇതേ ആർഗ്യുമെന്റ് പ്രകാരം ഇവിടെ 16 into 6 എന്ന് എഴുതാം.
66 6 ഇൻറ്റു 10 60 6 ഇൻറ്റു 6 36 96. അപ്പോൾ അതും ശരിയാണ്. എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ സ്ക്വയർ റൂട്ട് പുറത്തെടുക്കണം. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 പുറത്ത് വരും. എന്നിട്ട് നമ്മൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നത്, കണ്ടോ, ഈ 3 ടേംസ്. ഓക്കെ, ഇനി നമ്മളിതിൽ 4/10 2/5 കൂടി എഴുതാമല്ലോ. അപ്പോൾ √6/4 പ്ലസ് √6/3 പ്ലസ് 2 √6/5. ഇവിടെ 2/8 4 ആയി മാറി, ഇവിടെ 3/9 3 ആയി മാറി, ഇവിടെ 4/10 2/5 ആയി മാറി. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അപ്പോൾ ഇതാ എല്ലാത്തിനും √6 കോമൺ ആണ്. √6 പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ 1/4 ബാക്കി ഉണ്ടാവും, ഇവിടെ 1/3 ബാക്കിയുണ്ട്, ഇവിടെ 2/5. 3 4 5 LCM 60 ആണ്, 60 ആണ്. അപ്പോൾ 60 എടുത്തു. 60 4 15 തവണ അല്ലേ, പ്ലസ് 60 3 20 തവണ, 60 5 12 തവണ ഇൻറ്റു 2 24. അപ്പൊ ഇത് 3 കൂടി കൂട്ടിയാൽ 59 കിട്ടും. അപ്പൊ എന്താ ഈ ആൻസർ? 59/60 √6 നമുക്ക് ആൻസർ കിട്ടും. 59/60 √6 എന്നാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. You are given 2 to the power of 8 into 8 to the power of 2 divided by 4 to the power of x is equal to 1. Find x. Okay, repeat. 2 to the power of 8 into 8 to the power 2 divided by 4 to the power of x is equal to 1. Find x. Okay, 2 to the power of x into ഈ 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. 2 ക്യൂബ് ടു ദ പവർ ഓഫ് 2. അതേമാതിരി 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ ടു ദ പവർ ഓഫ് x. ശരിയാണല്ലോ. ഇസ് ഈക്വൽ ടു 2 to the power of 8 into 2 to the power 3 into 2 6 divided by 2 to the power of 2x is equal to 1. സമ്മതിച്ചല്ലോ, ശരിയല്ലേ? ഒറ്റ 2ന്റെ പവർ ആയിട്ട് എഴുതാണെങ്കിലോ 2 to the power 8 plus 6 minus 2x is equal to 1. കണ്ടീഷൻ അതാണ് പറഞ്ഞത്, is equal to 1. അപ്പോൾ 2ന്റെ പവർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ 8 plus 6 minus 2x 0 ആണ് അല്ലേ? അപ്പോൾ 2x എന്താ? 14. 2x 14 ആണ്. അപ്പൊ x എന്താ? 7 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ x 7 വരുമ്പോഴാണ് വാല്യൂ 1 വരിക എന്ന് അർത്ഥം. ഓക്കെ.